ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗോബി മഞ്ചൂരിയനും പൊറോട്ടയുമാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനൊരു കോളിഫ്ലവറാണ് എടുത്തത്. അത് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കോൺഫ്ലവറും 1 കപ്പ് മൈദപ്പൊടിയും എരിവില്ലാത്ത 1 സ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ട് 1 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു വാട്ടർ രൂപത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിത് മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി. അപ്പോൾ 1 സ്പൂണും കൂടെ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ശേഷം കാണണേ. അതിനുശേഷം വേവിച്ച് വെച്ച കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ കോളിഫ്ലവർ പൊടിഞ്ഞു പോകാതെ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാൻ. അതിനുശേഷം ഒരു തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അത് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച കോളിഫ്ലവർ കുറച്ച് ഇട്ട് കൊടുക്കുക. ഒട്ടിപ്പോകാതെ വിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം അത് വറുത്തെടുക്കാം. 2 ഭാഗവും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വേവിച്ചെടുക്കുക. വേവിച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുക. ഞാനെല്ലാം ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ചെറിയ പാത്രം എടുത്ത് അതിലേക്ക് 1 സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത് അതിലേക്ക് 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു തവ വീണ്ടും അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ചെറുതായി കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗമാണ്. ആ ബൾബ് എന്ന് പറയുന്ന ആ ഭാഗം ചെറുതായി കട്ട് ചെയ്തിട്ടാണ്. അതും ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു സവോള ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പും ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഒരു തക്കാളി അരച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഒരു 2 സ്പൂൺ തക്കാളി സോസ് ഒഴിച്ച് കൊടുത്താൽ മതി. 1 സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. 3 കളറ് കാപ്സിക്കവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ കലക്കി വെച്ച ആ കോൺഫ്ലവറിൻ്റെ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ വറുത്ത് വെച്ച കോളിഫ്ലവറും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കോളിഫ്ലവർ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ച് വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. നല്ല അടിപൊളി ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പൊറോട്ട ഞാൻ പുറത്തുനിന്ന് വാങ്ങിയതാണ്, വീട്ടിലുണ്ടാക്കിയതല്ല. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കും കൂടെ എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലത്തെ വീഡിയോയുമായി എത്താം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.